ANI എന്ന് പറയുന്ന നമ്മുടെ മാധ്യമത്തിന് വിംഗ് കമാൻഡർ ആയിരുന്ന പ്രഫുൽ ബക്ഷിയുടെ ഒരു അഭിമുഖം കുറച്ചു മുന്നേ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് 1971 യുദ്ധത്തിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് തിങ്കേഴ്സ് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തലത്തിൽ അന്ന് പ്രവർത്തിക്കാത്തത് എന്ന് താനിപ്പോൾ ആശ്ചര്യപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ആ യുദ്ധത്തിൽ ഇന്ത്യൻ ജവാന്മാർ പങ്കെടുത്തു, നിരവധി പേര് വീരമൃത്യു വരിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ എഫേർട്ട് ഉണ്ട്, ഇന്ത്യ ഒരുപാട് പൈസ ചെലവാക്കി, ഒരുപാട് ആയുധങ്ങൾ ഉപയോഗിച്ചു, ബംഗ്ലാദേശിനെ ഉണ്ടാക്കി. പക്ഷെ അപ്പം നമുക്ക് നമ്മുടെ സിലിഗുരി കോറിഡോർ വേണമെങ്കിൽ അന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ചിറ്റഗോങ് ഹിൽസിലെ കുറെ പ്രദേശങ്ങൾ ഇന്ത്യയുടേതാക്കി മാറ്റിക്കൊണ്ട് ബംഗാൾ ഉൾക്കടലിനെ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കാമായിരുന്നു. അന്നത് അനായാസം സാധിക്കുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അന്നത്തെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് തിങ്കേഴ്സ് അതിന് മുതിർന്നില്ല എന്നത് തനിക്കിപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണെന്നാണ് പ്രഫുൽ ബക്ഷി പറഞ്ഞത്. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മുടെ ബംഗ്ലാദേശ് താൽക്കാലിക ഭരണകൂടത്തിന്റെ തലവനുണ്ടല്ലോ, അദ്ദേഹം ചൈനയിൽ പോയിട്ട് പറഞ്ഞു നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ് അങ്ങ് സൈഡിലായി പോയി, അപ്പോൾ അവർ ലാൻഡ് ലോക്ക്ഡ് ആണ് എന്ന് പറയുന്ന രീതിയിലൊക്കെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അപ്പോൾ നമ്മുടെ വിംഗ് കമാൻഡർ പറയുന്നത് പലരും ഇങ്ങനെ അഭിപ്രായപ്പെടാറുണ്ട്, ചൈനയും പാകിസ്ഥാനും അതുപോലെ ബംഗ്ലാദേശും ഒക്കെ കരുതുന്നത് സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ഇന്ത്യക്ക് എന്തോ വലിയ വീക്ക് പോയിന്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ കയറി അങ്ങ് എടുത്തു കളയാം എന്നൊരു ധാരണ, മലയാളത്തിൽ പറഞ്ഞ കയറി അങ്ങ് മേഞ്ഞു കളയാമെന്നൊരു വിചാരം ഇവർക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ടത് ഇത് തിരിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ തൊട്ടാൽ നിങ്ങളെ അങ്ങോട്ട് കയറി മേയാൻ നമുക്കും പറ്റും എന്ന് ഇന്ത്യ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊരു ലോജിക്കലി ചിന്തിച്ചാൽ ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ബംഗ്ലാദേശ് പറയുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റിക്കളയും, സിലിഗുരി കോറിഡോറിനെ അങ്ങ് തടഞ്ഞു കളയും എന്നൊക്കെ ഇവർ വിചാരിച്ചാൽ നടക്കുമോ? ഈ സിലിഗുരി കോറിഡോർ ഇവര് കയറി അങ്ങ് തടഞ്ഞ ഇന്ത്യ എന്ത് ചെയ്യുമായിരിക്കും? ഇന്ത്യ അങ്ങ് മാനത്ത് നോക്കിയിരിക്കുമോ? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഇവര് സിലിഗുരി കോറിഡോറിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഇവർക്കതിനുള്ള നട്ടല്ലുണ്ടോ? ഉണ്ടെങ്കിൽ ഇവരത് ചെയ്ത് കാണിക്കട്ടെ, വാചകം അടിക്കുന്നതിന് പകരം, അല്ലേ? നട്ടല്ലുണ്ടോ? ഇന്ത്യയുടെ സൈനിക വിന്യാസം വളരെ ശക്തമായി തന്നെ അരുണാചൽ പ്രദേശിലും അസമിലും മണിപ്പൂരും എല്ലായിടത്തും നമുക്കുണ്ട്. നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ത്യക്ക് ശക്തമായ സൈനിക സാന്നിധ്യമുണ്ട്. നമ്മുടെ എയർഫോഴ്സും നമ്മുടെ കരസേനയും ഒക്കെ വളരെ സ്ട്രോങ് ആണ്. കാരണം ചൈനയുമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ ഇന്ത്യയുടെ കൈവശം ഏറ്റവും മികച്ച ആയുധങ്ങളുണ്ട്. ആണവായുധങ്ങൾ പോലും ഇന്ത്യ അവിടെ വിന്യസിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാകാം. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് ഇന്ത്യക്ക് അറിയാം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇവരുടെയൊക്കെ സ്വപ്നങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവർക്ക് 10 പൈസയുടെ വിവരമുണ്ടോ? ഇവരിപ്പോ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള സിലിഗുരി കോറിഡോർ അങ്ങ് കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് മാത്രമാണ് ഇവർക്ക് ബംഗ്ലാദേശിന് അതിർത്തി ഉള്ളത്. സത്യത്തിൽ ബംഗ്ലാദേശാണ് പേടിക്കേണ്ടത്. ഇന്ത്യ ചുറ്റിക്കിടക്കുകയാണ് ബംഗ്ലാദേശിനെ. നോക്കൂ, പാകിസ്ഥാൻ ഇവിടെ ഒരു റോളും ഇല്ല. ഒരു വശത്ത് നേപ്പാളാണ്, പിന്നെ ഭൂട്ടാൻ ഉണ്ട്, പിന്നെ ചൈന, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇവിടെ ബംഗ്ലാദേശാണ് സത്യത്തിൽ അവർ മനസ്സിലാക്കുന്നില്ല. ഈ പൊട്ടക്കിണറ്റിലാണ് അവർ കിടക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇന്ത്യ വിചാരിച്ചാൽ കുറച്ച് മണ്ണിട്ട് മൂടാവുന്ന ഒരു കിണറാണിത്. കാരണം ബംഗ്ലാദേശിന്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റി കിടക്കുകയാണ് വെസ്റ്റ് ബംഗാൾ, മേഘാലയ, അല്ലെങ്കിൽ അസം, നാഗാലാൻഡ്, മണിപ്പൂർ, എല്ലാം ഇന്ത്യയാണ് ചുറ്റിനും. ഇവർക്കാകെ മ്യാൻമാറുമായിട്ട് അതിർത്തി വരുന്നത് എവിടെയാണ്? വാല് പോലെ കുറച്ച് ഭാഗം നമ്മുടെ മ്യാൻമാറിന്റെ റഖൈൻ സ്റ്റേറ്റുമായിട്ട് ഇവർക്ക് അതിർത്തിയുണ്ട്. ബാക്കി ഇവർ മുഴുവനായും ചുറ്റിക്കിടക്കുന്ന ഇന്ത്യയുമായിട്ടാണ്. ഇന്ത്യയുടെ ഉള്ളിലാണ് ഇവർ കിടക്കുന്നത്. അതായത് നമ്മുടെ അകത്ത്, നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ടാണ് ഇവർ ഈ നെഗളിപ്പ് കാണിക്കുന്നത്. എന്നിട്ട് ഇവര് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞ് വീമ്പ് പറയാണ്. ഇവരെങ്ങാനും അങ്ങോട്ടൊരു ചെറു വിരൽ അനക്കി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇന്ത്യ കയറിയ ഒരു മേയൊക്കെ ഒന്ന് മേയും. എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിമ്പും കാട്ടിൽ ആന കയറിയ ഒരു അവസ്ഥയായിരിക്കും. ഇന്നലെ നമ്മുടെ യൂനിസ് ഹുങ്ക് പറഞ്ഞല്ലോ, ഈ മറ്റേ ബംഗാൾ ഉൾക്കടലില് ഈ ഒരു റീജിയന്റെ, അതായത് ബംഗ്ലാദേശ് ഇരിക്കുന്ന ഭാഗത്ത് ആ ഒരു റീജിയണിന്റെ അധിപൻ അല്ലെങ്കിൽ ഗാർഡിയൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണെന്ന്. പിന്നെ അങ്ങനെ പറയാൻ ഒരു അതിർത്തി പോലും നിങ്ങൾക്ക് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാവില്ല. ഇന്ത്യൻ നേവി കയറിയെങ്കും മേയും. നോക്കൂ, ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾ, ഇന്ത്യയുടെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള യുദ്ധ കപ്പലുകളും അതുപോലെ മുങ്ങി കപ്പലും കൂടെ കയറി മേഞ്ഞു കളയില്ലേ? പാകിസ്ഥാനോട് ചോദിക്കണം ഇടയ്ക്ക് കറാച്ചിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. പാകിസ്ഥാൻ പറഞ്ഞു തരും. പിന്നെ ഇന്ത്യക്ക് ഒരു വീഴ്ച പറ്റി. അതെപ്പോഴാണ്? 71 യുദ്ധത്തിലാണ്. ഞാൻ ഇന്ദിരാഗാന്ധിയെ പർപ്പസ്ഫുള്ളി കുറ്റമൊന്നും പറയുന്നില്ല, കാരണം അന്ന് വലിയ പ്രഷർ ഇന്ദിരാഗാന്ധിയുടെ മേൽ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കണ്ടതാണ്, അമേരിക്ക അന്ന് ഇവരെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കപ്പലിനെ അയക്കുകയും സോവിയറ്റ് യൂണിയൻ അവിടെ വരികയൊക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. വലിയ പ്രഷർ ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും നമുക്കൊരു ഉദ്ദേശവും ഇതിന്റെ പുറകിൽ ഇല്ല എന്ന് ബോധ്യപ്പെടുത്താനും ചിലപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു യുദ്ധത്തിൽ അഡ്വാൻറ്റേജ് ഒന്നും എടുത്തിട്ടില്ലായിരിക്കാം.
പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അത് ചെയ്യണമായിരുന്നു. ഇന്നിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പറയാം ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെയാ. പക്ഷെ അവരുടെ ബെസ്റ്റ് അവരന്ന് ചെയ്തിട്ടുണ്ട്. ആ യുദ്ധത്തിൽ പാകിസ്ഥാനെ നാണം കെടുത്തി പരാജയപ്പെടുത്തി പാകിസ്ഥാന് ഈ ഒരു റീജിയണിൽ ഉണ്ടായിരുന്ന സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഇല്ലാതാക്കി ആ നിലയ്ക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ആ ഒരു യുദ്ധം കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടായി. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇന്ദിരാഗാന്ധിക്കാണ്. പിന്നെ ഈ നമ്മുടെ വിംഗ് കമാൻഡർ പറഞ്ഞതുപോലെ തന്ത്രപരമായിട്ട് കഴിയുമായിരുന്നെങ്കിൽ അന്ന് പിടിച്ചെടുത്തിരുന്നെങ്കിൽ അത് ലോട്ടറിയാണ്. കാരണം യുദ്ധമാണല്ലോ എന്തായാലും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. പക്ഷെ അന്ന് അതിന് നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ പറ്റാത്തതിനെ കുറിച്ച് നമ്മൾ ഇന്ന് ദുഃഖിച്ചിട്ട് ഇനി കാര്യമൊന്നുമില്ല. പക്ഷെ അന്ന് ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടായി. അതിലൊന്ന് പാകിസ്ഥാൻ ഇവിടെ നിന്ന് നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. പകരം ബംഗ്ലാദേശ് ഉണ്ടായെങ്കിലും കുറെ കാലം വലിയ ശല്യമൊന്നും ഇല്ലാതെ അങ്ങ് പോയി. ഇപ്പതാ അവർ പാകിസ്ഥാന്റെ തനി സ്വരൂപം പുറത്തെടുക്കുന്നുണ്ടെങ്കിലും ഇവരെത്ര മണ്ടന്മാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബംഗ്ലാദേശികൾ സത്യത്തിൽ ഇവരല്ലേ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. പേടിക്കാൻ പോലും ഒരു ബുദ്ധി വേണമെന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത്. സത്യത്തിൽ പേടിക്കാനുള്ള ബുദ്ധി പോലും ഇവന്മാർക്കില്ല. അതുകൊണ്ടാണ് ഇവർ ചിന്തിക്കാത്ത. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവരെ ചുറ്റിക്കിടക്കുന്ന ഇന്ത്യയാണ്. എന്നിട്ട് ഇവർ പറയുന്നത് സിലിഗുരി കോറിഡോർ വളരെ ചെറുതാണ്, അത് തടഞ്ഞാൽ എന്ത് ചെയ്യുന്നു? എടോ, സിലിഗുരി കോറിഡോർ തടഞ്ഞു നോക്ക്, അപ്പം മനസ്സിലാവും എന്ത് പറ്റുമെന്ന്. 4 സൈഡിൽ നിന്നും അടി കിട്ടൂന്നേ. അസ്സാമിൽ നിന്നും നാഗാലാൻഡിൽ നിന്നും അരുണാചൽ പ്രദേശിൽ നിന്നും മണിപ്പൂരിൽ നിന്നും മിസോറാമിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഒക്കെ എന്ന് വെച്ചാൽ 4 പാട് നിന്നും അടി കിട്ടും, വളഞ്ഞിട്ട് അടി കിട്ടും. ഇവന്മാർക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ കിടന്നങ്ങ് തള്ളി മറിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ബുദ്ധിയില്ലെന്നാണ് തോന്നുന്നത്. 10 പൈസയുടെ ബുദ്ധിയില്ല, ബോധവുമില്ല, പേടിക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.